ഹായ്, ഹലോ, നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചൂടാണോ, തണുപ്പാണോ, മഴയാണോ? എന്തോ ആണെങ്കിലും കമൻ്റ് ആയിട്ട് ഇട്ടോളൂ, ഞാൻ നോക്കിക്കോളാം, അതിന് റിപ്ലൈ തരാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും എനിക്ക് പ്രത്യേകിച്ച് സബ്ജക്റ്റൊന്നും അങ്ങനെ കിട്ടാറില്ല. പെട്ടെന്ന് ഇവിടെ ഒന്ന് ഈ റൂമിലോട്ട് കയറുമ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കാറൊന്നുമില്ല, കാരണം അതിനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ കയ്യിൽ കിട്ടും, അപ്പോഴത്തേക്ക് അത് വെച്ചൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. ചിലപ്പം എൻ്റെ മകൻ പറയും, അച്ഛാ ആ വീഡിയോ ഒന്ന് ചെയ്തിട്ട് അവൻ എന്തെങ്കിലും ഉണ്ടാക്കിയതൊക്കെ ഇല്ലേ, ഇന്നലെ ഞങ്ങൾ സോംബിയുടെ വീഡിയോ കാണിച്ചില്ലേ, അതുപോലെ അവൻ്റെ ഡ്രോയിങ്സ്, അതുപോലൊക്കെ ഇട ദിവസം അവൻ പറയും. അപ്പം അതൊന്നും ഇല്ലാത്ത സമയം ഞാൻ എന്തെങ്കിലുമൊക്കെ കൂടെ നോക്കിയിട്ട് അത് വെച്ച് ചെയ്യാൻ പറ്റുന്നങ്ങ് ചെയ്യും. അപ്പോൾ ഇന്നും അതുപോലത്തെ ഒരു വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം, തീർച്ചയായിട്ടും ഫിനാൻഷ്യലി. അത് ആൺകുട്ടിയാട്ടെ പെൺകുട്ടിയാട്ടെ ആയതാണേലും നമ്മൾ അവരെ തുടക്കം മുതൽ 1 രൂപയെങ്കിലും ഇട്ട് നമ്മൾ അവരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം. ഇന്നത്തെ ഒരു തലമുറയെ നമ്മൾ പൈസയുടെ വാല്യൂ അവരെ അറിയിക്കണം. അപ്പം അങ്ങനെ ഒരു കാര്യമാണ്, അത് ഞാൻ കാണിക്കാം എന്താണെന്ന് കേട്ടോ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതൊരു ഡോഗിൻ്റെ പ്രതിമയാണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയല്ലേ മനസ്സിലായത്? നോക്കൂ, ഞാൻ തിരിച്ച് കാണിക്കാം. കണ്ടോ? ഇതിപ്പോൾ എന്തിനാ കാണിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കില്ല. ഇത് ഡോഗിൻ്റെ പ്രതിമയാണ്, പക്ഷേ ഇതൊരു കുടുക്കയാണ്. ഇത് കണ്ടോ? ഇതിലൂടെ പൈസ ഇടാൻ വേണ്ടി ഇതുണ്ട്, പക്ഷേ ഇതിങ്ങനെ തുറക്കാറില്ല. മോൻ പലപ്പോഴും ഇങ്ങനെ എടുക്കാനായിട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ പിന്നെ വഴക്ക് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് നിൻ്റെ ഒരു സേവിങ് ആണ്, ഇയർലി എല്ലാ വർഷവും ഇത് നിറയുമ്പോഴത്തേക്ക് എടുത്തിട്ട് നമുക്ക് വലിയൊരു പാത്രത്തിലാക്കി അങ്ങനെ ഇട്ടിട്ട് വെക്കാമെന്നുള്ളൊരു ഇതിലാണ് അവരോട് പറഞ്ഞേക്കുന്നത്. അപ്പം കൈ കിട്ടുന്ന പോലെയൊക്കെ എൻ്റെ കയ്യിൽ എങ്ങനെ പൈസ കിട്ടുന്നത്, ചിലപ്പോൾ 1 രൂപയായിരിക്കും, അല്ലെങ്കിൽ 5 രൂപയായിരിക്കും, അല്ലെങ്കിൽ 10 രൂപയായിരിക്കും, ചിലപ്പോൾ 100 രൂപ, ചിലപ്പോൾ 500 രൂപയൊക്കെ എങ്ങനെയുള്ളത് ഞാൻ കൊണ്ടിടും. പിന്നെ അവനും ഞാൻ വരുമ്പോഴത്തേക്കും ഡ്യൂട്ടിയും കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ പോക്കറ്റിൽ നിന്ന് പിടിച്ച് പറിക്കത്തില്ല. അപ്പോഴത്തേക്ക് അല്ലാതെ തന്നെ അവന് ഞാൻ കൊടുക്കുമ്പോൾ അവനെ കൊടുക്കയ്ക്കകത്ത് എടുത്തിടും. കണ്ടോ? ഇതാണ്. അവന് ക്യാമറയുടെ മുന്നിൽ വരെ ഒരു നാണം. അപ്പോഴത്തേക്കും നിങ്ങളും കുട്ടികളെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക. ചെറിയൊരു തുകയാണെങ്കിൽ പോലും അത് എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് കുഞ്ഞിലെ പോലെ അങ്ങനെ ശീലമിടുക. അപ്പം അവർക്ക് വലുതാകുമ്പോഴത്തേക്കും അതിനെപ്പറ്റിയൊക്കെ കുറേ ധാരണ കിട്ടും. അപ്പം ഒരു ഷോർട്ട് വീഡിയോ ആണ്ട് സമയം കിട്ടുന്നില്ല.